തിരികെ വാർത്തകളിലേക്ക്. വീണ്ടും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി സ്പൈസ് ജെറ്റ്. ദുബായിലേക്ക് പോകേണ്ട സ്പൈസ് ജെറ്റ് വിമാനം റീഷെഡ്യൂൾ ചെയ്തു. 12:15 യാത്ര പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് സമയം മാറ്റിവെച്ചത്. പുതുക്കിയ സമയം അറിയിച്ചിട്ടില്ല. നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, ഇതിപ്പോൾ സ്പൈസ് ജെറ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. നേരത്തെ സിയാലിന്റെ അടക്കം ഭാഗത്തു നിന്ന് നോട്ടീസ് അടക്കം നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് വിമാന കമ്പനി നൽകുന്ന വിശദീകരണം? ഇതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനി യാതൊരു വിശദീകരണവും നൽകുന്നില്ല എന്നതാണ് വാസ്തവം. യാത്രക്കാരോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഇനി വിമാനം യാത്ര പുറപ്പെടുക എന്നത് പോലും പറയാൻ അവർ തയ്യാറാകുന്നില്ല. പകരം വിമാനത്താവളത്തിൽ നിന്നും യാത്രക്കാർ പുറത്തു പോകണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. പല സ്ഥലത്തു നിന്നും വന്ന യാത്രക്കാരുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദുബായിലേക്ക് യാത്ര ചെയ്യാനായി കൊച്ചിയിലേക്ക് എത്തിയ യാത്രക്കാരുണ്ട്. ഇവരൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിമാനത്താവളത്തിനുള്ളിൽ നിൽക്കുകയാണ്. ഇവർ ഈ ബോർഡിംഗ് നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകണം എന്നാണ് ഇവരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 12:15 കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനമാണ് ഇപ്പോൾ യാത്ര മാറ്റിവെച്ചിട്ടുള്ളത്. പുതുക്കിയ സമയം ഇതുവരെ ഇവരെ അറിയിച്ചിട്ടില്ല. സ്പൈസ് ജെറ്റിനെ പറ്റി കഴിഞ്ഞ കുറെ നാളുകളായി സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നതാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണ് ഇത്തരത്തിൽ സമയം റീഷെഡ്യൂൾ ചെയ്യുകയും പിന്നീട് സിയാൽ തന്നെ ഇവർക്കെതിരെ പത്രക്കുറിപ്പ് ഇറക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം കണ്ടിരുന്നു. അന്ന് സ്പൈസ് ജെറ്റ് നൽകിയ വിശദീകരണം കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലമാണ് വിമാനത്തിന്റെ സമയം മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു. പക്ഷേ സിയാൽ തന്നെ അത് പൂർണ്ണമായി തള്ളിയിരുന്നു. കാരണം മറ്റ് എയർലൈനുകൾക്ക് കൃത്യമായി തന്നെ യാത്ര ചെയ്തിരുന്നു. സിയാൽ അല്ലെങ്കിൽ സ്പൈസ് ജെറ്റിന്റെ വാദം പൂർണ്ണമായും കളവാണ് എന്ന് സിയാലിന് തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കേണ്ട ഒരു അവസ്ഥയും വന്നിരുന്നു. വിമാന കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെ വീണ്ടും ഇപ്പോൾ സ്പൈസ് ജെറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരാതി വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. യാത്രക്കാർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? വിമാന കമ്പനി തന്നെ അവർക്കൊരു ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 2 സ്റ്റാഫ് മാത്രമാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരായും ഇതിൽ അവരോട് സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. 2 സ്റ്റാഫ് വന്നാണ് ഇവരോട് വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ യാത്രക്കാരൊക്കെ തന്നെ അവിടെ തുടരുകയാണ്. ആര്യ, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകുന്നത്. വീണ്ടും തങ്ങളുടെ വീഴ്ചകൾ ആവർത്തിക്കുകയാണ് സ്പൈസ് ജെറ്റ്. 12:15 ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇപ്പോൾ ഒരു അറിയിപ്പും കൂടാതെ വിശദീകരണവും കൂടാതെ റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. വിമാനത്താവളത്തിലെത്തി കുടുങ്ങിപ്പോയിരിക്കുകയാണ് യാത്രക്കാർ. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ വിളിക്കുന്നേ, ഞങ്ങൾ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യണം? ഇതാരാണ്? ടെർമിനൽ മാനേജറിന്റെ അടുത്ത് പറയാം. നിങ്ങള് അല്ല, നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങണം. എന്ത് മര്യാദ പറയണ? ഔട്ട് ചെയ്ത് ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾ എവിടെ പോയി? ഈ ഒന്നവരൊക്കെ ഇവിടെ, ഞാൻ എറണാകുളത്തല്ല, ഇവരൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നതാണ്. ഇവരെവിടെ നിങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്ന? ഒത്തിരി ദൂരം നിന്ന് വരുന്നല്ലേ? എവിടെ? കന്യാകുമാരി തന്നെ, മാർത്താണ്ഡം. നിങ്ങൾ എവിടെ പോയി താമസിക്കും? ആ, ഒരു താമസ സൗകര്യം തരാൻ ഈ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം നമുക്ക്. ഇത് സ്ഥിരമുള്ള നിങ്ങളുടെ ഈ പരിപാടി ഇവിടെ ഇപ്പോൾ സ്പൈസ് ജെറ്റിൻ്റെ ഞങ്ങൾ പുറത്തിറക്കണമെന്ന കാര്യമല്ലോ നമുക്ക്.